ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിസ് ഗെയിമിംഗ് ആൻഡ് നാച്ചർ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോവാണ്. നമ്മുടെ സീരീസിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി ഓടുന്ന ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. അപ്പം നമുക്ക് ഇന്ന് തുടങ്ങാം. ഗായ്സ്, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ന്യൂ വേൾഡ്. വീണ്ടും ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, നമുക്ക് മൈ വേൾഡിൻ്റെ പേര് ഓഫ് കോഴ്സ് ക്രിസ് ഗെയിമിംഗ് മാത്രം മതി ഗൈസ്. പിന്നെ നമുക്ക് സർവൈവലാണ്, നോർമൽ മതി. പിന്നെ ഹാർഡ് കോർ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇടാം ഗൈസ്. അഡ്വാൻസ്ഡ് നമുക്ക് വേൾഡ് സീഡ് ക്രിസ് എന്നിട്ട് നോക്കാം ഗൈസ്, നമുക്ക് എന്താവും നോക്കാം. ഓക്കെ, മൾട്ടിപ്ലെയർ നമുക്ക് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഗൈസ്, അതിന് മുമ്പ് നമുക്ക് ചീറ്റ്സ് അല്ല, റിസോഴ്സ് പാക്ക് അല്ല, ജനറൽ അഡ്വാൻസ് നമുക്ക് ബോണസ് ചെസ്റ്റ് വേണ്ട. ഷോ കോർഡിനേറ്റ്സ്, ഷോ ഡിസ്പ്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വേൾഡ്, നമ്മുടെ പേരായിട്ടുള്ള സ്ഥലം നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ മരം വെട്ടണം. ഓക്കെ, മരം വന്നോളൂ. ഓക്കെ, ഈ മരം ഫുൾ എടുക്കും. പാടാണ്. ഞാനിപ്പോൾ 0 ഡേയ്സ് ആട്ടോ. പൊസിഷൻ -263 -2. നമുക്ക് ഈ മരക്കാർക്ക് നല്ല ബേസ് വെക്കണം. എല്ലാം നമ്മൾ അടിപൊളി ആക്കുന്നതായിരിക്കും. ഇനി ബെഡാക്കാനുള്ള സാധനങ്ങൾ ആയിട്ടില്ല. 2 ആടാണ് ഉള്ളത്. നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്ലാങ്ക് ആക്കാം. പ്ലാങ്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്ക്. നമുക്ക് ഓൺലി ഇത് മാത്രം മതി. നമുക്ക് ഇത് ജസ്റ്റ് തൽക്കാലം എങ്ങനെയും എടുക്കാം. ഗൈസ്, നമുക്ക് ഇവിടെ സ്റ്റോൺ കിട്ടുന്നത് ഇങ്ങനെ ഡിഗ് ചെയ്ത് നോക്കാം ഗൈസ്. ബാക്കോട്ട് നോക്കാം. യെസ് ഗൈസ്, ഓക്കെ. 2-3 സ്റ്റോൺ കളക്ട് ചെയ്യാം. കാരണം സ്റ്റോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂ വെപ്പൺസ്, നമുക്ക് ടൂൾസ് റെഡിയാക്കാം. അതുകൊണ്ട് നമുക്ക് ആ ഗോട്ട് ഷീപ്പിനെ എല്ലാത്തിനും നമുക്ക് എന്തായാലുമൊക്കെ ചെയ്യാം. ഒരു 20 എണ്ണം ആക്കാം സ്റ്റോൺസ്. 13, 5. ഗൈസ്, അപ്പോൾ 21 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂട്ടോറിയലാണ് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരാളുണ്ട് ഗൈസ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ സ്വാഡൊന്നും എടുക്കാറില്ല. നമ്മൾ ആക്സ്, പിന്നെ നമുക്ക് സ്റ്റിക്ക് ആണല്ലോ, ഒരു പിക്കാക്സ്. ഓക്കെ, നമുക്ക് അറ്റാക്ക് സാധാരണ ഇതാണ് എടുക്കാറ്. നമുക്കിനി ബെഡാക്കണം. രാത്രി നമ്മുടെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഷീപ്പിൻ്റെ കിട്ടിയില്ലേ? താഴെ ഉണ്ട്. യെസ് ഗായ്സ്, ഫസ്റ്റത്തെ വൂൾ. ഇനി നമുക്ക് 2 വൂളും കൂടെ. അത് ഷീപ്പല്ല, നമുക്ക് തപ്പി നോക്കാം. 2 വൂളും കൂടെ മതി നമുക്ക്. ഓക്കെ, 1 വൂളും കൂടെ കിട്ടി. ഇതിനൊന്ന് കൊന്ന നമുക്ക് 1 വൂളും കൂടെ കിട്ടി. ഒരു സ്പെഷ്യൽ ചാർഡ് ഓടല്ലേ? കൊള്ളു.
ഇത് കൊള്ളുന്നില്ല. നമുക്ക് ഒരേ ഒരു ഷീപ്പ് നമുക്ക് ബെഡാക്കാം. അയ്യോ ഗൈസ്, പെട്ട് ചത്ത് ഗൈസ്. എൻ്റെ എന്നത് അറിയാതെ താഴോട്ട് വീണത്. അയ്യോ ഗൈസ്, എല്ലാം അവിടെ ചത്ത്. ഗൈസ് ഇതെന്താണ് ഗൈസ്? നമുക്ക് അറ്റത്ത് പയ്യെ ചെറുതായിട്ട് ഹെൽത്ത് പോവും, കാര്യമില്ല. ഓക്കെ ഗൈസ്, ഓക്കെ ആണ് നമുക്ക്. ഗൈസ് ഇവിടെ അയണൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, പേടിക്കണ്ടെന്ന് തോന്നുന്നു. ഇവിടെ സാധനങ്ങളൊക്കെ നമുക്ക് വേണം. അതോടെ സ്പൈഡർ ഉണ്ട്, എല്ലാം പെട്ടെന്ന് എടുക്കാം. സ്പൈഡർ കണ്ടിട്ടില്ല. അതിന് മുമ്പ് എന്തായാലും ഇവിടം വരെ വന്നു. അയൺ ബ്ലോക്ക് എടുക്കാം. ഓക്കെ, ഇനി അവിടെ അയൺ ബ്ലോക്ക് മേളിലുണ്ടായിരുന്നു, അത് അവിടെയാണ്. അവിടെയാണ് അയൺ ബ്ലോക്ക്. അവിടെ ആരൊക്കെ ഉണ്ട്? ഓക്കെ, പേടിക്കണ്ട. അതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതൊക്കെ ഈസിയാണ്. വേറെ സ്കെൽട്ടൻ ഒന്നും വന്നാൽ ഞാൻ ചത്ത്. അവരൊക്കെ പ്രോയാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജിൽ. നമ്മൾ ഇനി കുറെ കഴിയൂല ഗൈസ്, അത് നേരം നമ്മൾ കാണിച്ചു കൊടുക്കും. നമ്മൾ ആരാന്ന് കുറെ ഉണ്ട്. അന്നേരം നമ്മൾ നമ്മുടെ ഒറിജിനൽ കളി കാണിച്ചു കൊടുക്കും. ഇപ്പം നമ്മൾ നിലവിൽ ഒരു പവറും ഇല്ല. ഈ അയണെന്തായാലും കിട്ടട്ടെ, നമുക്ക് ഒരു പാഠം പഠിപ്പിക്കണം. അടുത്ത് ഈ അയണം കൂടെ ആരില്ലല്ലോ. ഗൈസ് ക്രീപ്പർ അവിടെ ഉണ്ട്, നമ്മളെ കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓടി വരും. കണ്ടു, നമുക്ക് ഉടനെ പോവാം. ഓടി, ഇവിടെ നടക്കുന്നു ഗൈസ്. പിന്നെ എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നു. ഡേറ്റ് തൽക്കാലം നോക്കാം. ഗൈസ് ബോള് വെക്കത്തില്ല, കോബിൾ സ്റ്റോൺ വെക്കാം. എന്താണ് നമുക്ക് ഈ അയൺ വെട്ടിക്കാം. ഓക്കെ, ഇതും കൂടെ നമ്മൾ മേളിലെത്തി. ഗൈസ് നമുക്ക് അത്യാവശ്യം ഇത് കിട്ടിയിട്ടുണ്ട് അയൺ. എന്നാലും നമുക്ക് നമ്മുടെ ആർമറൊക്കെ കിട്ടുന്നുണ്ട്. താഴോട്ട് ഓക്കെ, അടുത്ത അയൺ. ഇനി അയണില്ല. കിട്ടി. ഞാൻ ചോദിച്ചു താഴെ പോയി. ഇതിന് എങ്ങോട്ടാണ്? ആ അയൺ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറ്റും, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നല്ലേ? അടുത്ത സോംബി താഴെ വന്നു. ഓക്കെ ഗൈസ്, മേളിലെത്തിയത്. ജസ്റ്റ് മിസ് ഗൈസ്. ഓടിച്ചു കേറിട്ടില്ലല്ലേ, നമ്മളെ കയറ്റും. അപ്പോൾ നമ്മുടെ കോബിൾ സ്റ്റോൺ കഴിഞ്ഞു. അയൺ കുറെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കോളൊക്കെ എടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഒരു ആദ്യം അപ്പുറത്തുണ്ട് തൽക്കാലം. നമുക്ക് വുഡൊന്നും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും എടുത്തിട്ട് സ്പെഷ്യൽ
ഇനി നമുക്ക് ബെഡാക്കാം, എന്നിട്ട് മതി ബാക്കി പണികൾ. ഓഹോ 2 അയൺ ബ്ലോക്ക് ഒക്കെ ആക്കാം. എത്ര ഉണ്ട് നമുക്ക്? 19 ഉണ്ട് ഗൈസ്. നമുക്ക് ഇനി ബെഡാക്കാം. ഓക്കെ, ഇനി പേടിക്കണ്ട. ഇനി നമുക്ക് കുറച്ച് കോൾ എന്തെങ്കിലുമൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കുറച്ച് കോൾ കണ്ടായിരുന്നു. കോൾ എടുക്കാം. ഈ ഹെൽത്ത് കുറയുന്നതാണ് എനിക്ക് ഇഷ്ടമില്ല. ഗൈസ് നമുക്ക് ഫുഡ് കാണും. ഫുഡില്ലെങ്കിൽ അറിയാലോ. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. ഗൈസ് ഇവിടെ അയണുണ്ട്. കോളാണ് ആവശ്യം. കോളിപ്പോൾ ഇവിടെ ഇല്ല. രാത്രി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ട് ലൈറ്റിംഗ് ഒക്കെ പോയി. ഒരു ഗൈസ് ഇതിപ്പം പണിയാണ്. നമ്മുടെ ഡേർട്ട് ഇല്ല ഇല്ല നോക്കുന്നത് ഇവിടെ ഗൈസ്. നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. നമുക്ക് ബെഡ് വെക്കാം. ബെഡ് എവിടെയെങ്കിലും വെച്ചാൽ മതി ഗൈസ്. നമ്മൾ കിടക്കാം. സ്ലീപ്പിംഗ് ത്രൂ ദ നൈറ്റ്. നമ്മളിപ്പോൾ രാത്രി കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റഡ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇനി ഫുഡാണ് വേണ്ടത്. ഫസ്റ്റത്തെ ഡേ നമ്മൾ സർവൈവ് ചെയ്തു. ഇനി സെക്കൻഡത്തെ ഡേ ഇതെന്തൊക്കെയാണ് ഗൈസ്? അയ്യോ ഗൈസ് താഴെ പോയി നോക്കണ്ട. നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കാം. നമ്മൾ നേരത്തെ എടുത്താൽ മതി. ഇവിടെ നമ്മൾ എടുക്കുന്ന ചെറുതായിട്ട് ഡേഞ്ചർ. ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ നമുക്ക് വീട് വെച്ചാലോ ഞാൻ ആലോചിക്കുന്നത്. നല്ല സ്ഥലമാണ് ഗൈസ്. നമുക്ക് ആ ഒരു മലേൻ്റെ മണ്ട വെക്കാം. നമ്മൾ അടുത്ത എപ്പിസോഡ് തൊട്ടായിരിക്കും വീട് വെക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ അങ്ങനെയല്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഗ്രൈൻഡൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ സിങ്കി പറ്റി ലെതറും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. കോപ്പറൊന്നും അത്ര ആവശ്യമില്ല. സ്റ്റോൺ എടുക്കാം. ഗൈസ് മേളിൽ കോളുണ്ട് കുറേ. നമുക്ക് ഈ കോളെല്ലാം എടുക്കണം. നമ്മൾ കോളൊന്നും വെറുതെ കൊടുക്കില്ല, എല്ലാം നമ്മളെടുക്കും. ഗൈസ് ഫുഡ് തീരാനായി, അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോൺ എടുക്കുന്നത്. കോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കോളില്ലാലും മരം കൊണ്ട് യൂസ് ചെയ്യും. പക്ഷെ കോളാണ് ഇച്ചിരി കൂടി ലാഭം. അപ്പോൾ ഗൈസ് നമുക്ക് അത്യാവശ്യം കോള് കിട്ടിയിട്ടുണ്ട്. 21 കോളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ഗൈസ് നമ്മൾ ഈ സ്ഥലം വിടില്ല. നമുക്ക് ഈ കുറേ മരം കളക്ട് ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീടൊക്കെ വെക്കാനുള്ളതല്ലേ. നമുക്ക് അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്യാം. നമ്മളിതിൻ്റെ വീടൊക്കെ വെച്ചിട്ടായിരിക്കും പിന്നെ ഞാൻ വീഡിയോയിൽ നമ്മൾ ദൂരെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നത്. കാരണം അതേ നടക്കുള്ളൂ. വീട് വെച്ച് നമുക്ക് റീസ്പോൺ പോയിന്റ് വെക്കാം. പിന്നെ അവിടെയല്ലേ വരും. നമുക്ക് ഫുഡ് ചെയ്യുന്നതാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമ്മുടെ ഫുഡിൻ്റെ ഫർണസ് എടുത്ത് നമുക്ക് ഫസ്റ്റ് ഇത് വെക്കാം. കോഴി ഇവിടെ വെക്കാം. ഇതാകട്ടെ ഗൈസ്. നമുക്കിനി കുറച്ച് മരം എടുക്കാം. നമുക്കിനി ഇന്ന് ഈ ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. ഗൈസ് കുറേ മരങ്ങളുണ്ട്, നമുക്കതൊക്കെ എടുക്കാം. ഞാൻ ഓഫ് ക്യാമറയിൽ ഞാൻ എല്ലാം ചെയ്തോളാം. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഒരു ഫുഡ് തിന്നാം. ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന്
ഇതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുകയെന്ന്. ഇനി തൊട്ട് നമ്മൾ ഇതിൻ്റെ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. ഇന്ന് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ചിലപ്പം വരും. നമുക്ക് നോക്കാം. നമുക്ക് ഫുഡ് തിന്നാം. നമ്മൾ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ, പീസ് ഔട്ട്.